ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഈ ഹോപ്പ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹോപ്പ് ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രത്യേകിച്ച് ഈ രാവിലെ സമയം നമുക്ക് ഇങ്ങനെ ഒന്നിച്ചു കൂടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുന്നു. 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി കാണുവാൻ വയ്യാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ഒരു നിമിഷ നേരം നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ രാവിലെ സമയം അവിടുത്തെ തിരുസനിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകലിൽ അവർ ഞങ്ങളോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നാം ഏലി പുരോഹിതനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇസ്രായേലിനെ 40 വർഷം ന്യായപാലകനായി, ന്യായാധിപനായി, ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനായി അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഏലി പുരോഹിതൻ. ഏലി പുരോഹിതന് ദീർഘനാളുകൾ ദൈവവേല ചെയ്യുവാൻ, ദൈവത്തെ സാക്ഷിപ്പാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം അത് വിനിയോഗിച്ചോ ഇല്ലയോ എന്ന് നാം ശാന്തമായി പരിശോധിക്കാൻ പോവുകയാണ്. ഇവിടെ നാം അദ്ദേഹത്തെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണ് മങ്ങിത്തുടങ്ങുന്ന ഏലിയെ കാണുവാൻ സാധിക്കുന്നു. ഒരു നീതി നടത്തിക്കൊടുക്കേണ്ട ന്യായാധിപൻ, ജനത്തിന് യാഗം കഴിക്കേണ്ട പുരോഹിതൻ, കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകൻ, രോഗികളെ ശുശ്രൂഷിക്കേണ്ട ഡോക്ടർ, ഇവരൊക്കെ അവരുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം കാണുന്നത് ഈ പുരോഹിതനെ കണ്ണു മങ്ങി. ഏലി പുരോഹിതൻ കണ്ണു മങ്ങിയ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധാരണ പ്രായാധിക്യം വരുമ്പോൾ കണ്ണ് കാഴ്ച മങ്ങുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമ്മുടെ കണ്ണുകൾക്ക് മങ്ങൽ വരും. കാരണം പ്രായത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഞരമ്പുകൾക്ക്, കണ്ണിലേക്കുള്ള രക്ത ഓട്ടം വരേണ്ട ഞരമ്പുകൾക്ക് ചില കേടുപാടുകൾ സ്വാഭാവികമായി സംഭവിക്കാം. കണ്ണ് കാഴ്ച മങ്ങും. പക്ഷേ എന്നിരുന്നാലും വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇവിടെ ഏലി പുരോഹിതനെ കണ്ണു മങ്ങി. ഞാനതിൻ്റെ ആത്മീയ വശമാണ് പറയുന്നത്. ഒരു പുരോഹിതൻ്റെ കണ്ണു മങ്ങിയാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം പിന്മാറ്റക്കാരനായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ പ്രഥമ ലക്ഷണമാണ്. കണ്ണ് കാഴ്ച. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: ദൈവമേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിച്ചെങ്കിൽ മാത്രമേ, തുറന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ണു മങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മങ്ങിത്തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ നഷ്ടപ്പെടുവാൻ തുടങ്ങി, ദൈവികമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കണ്ണു മങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. കണ്ണു മങ്ങുക എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. തകർന്നവളായി, നിരാശയോടെ, ദുഃഖത്തോടെ, തലമുറകളില്ല എന്ന ചിന്തയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നയെ കാണാൻ സാധിക്കുന്നു. ഈ ഹന്നയുടെ ഹൃദയത്തിൽ പ്രയാസമുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെങ്കിൽ അവളെ കാണുവാനോ കേൾക്കുവാനോ ഈ പുരോഹിതന് കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് കണ്ണു മങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണു മങ്ങിയാൽ മക്കളെ ഗുണദോഷിക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ കണ്ണു മങ്ങിയാൽ മക്കൾ ദൈവിക സത്യത്തിൽ നടക്കുന്നു എന്ന് കാണുവാൻ നമുക്ക് അറിയാതെ പോകും. നമ്മുടെ കണ്ണുകൾ ഉണർന്നിരുന്ന് പ്രകാശിച്ചിരുന്നെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് സത്യങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കളെ നേരായ മാർഗത്തിലേക്ക് നടത്തണമെങ്കിൽ, അവരെ ദൈവിക സത്യത്തിലേക്ക് കൈപിടിച്ച് നയിക്കണമെങ്കിൽ വളരെ ഗ്രഹണശേഷിയുള്ള, കാഴ്ചശക്തിയുള്ള, വളരെ സമർപ്പണമുള്ള, കാഴ്ചപ്പാടുള്ള, ദൈവമായിട്ട് ബന്ധമുള്ള
ഒരവസ്ഥയിൽ നാം ജീവിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ണുമങ്ങിയ ഏലി, അദ്ദേഹത്തിന് കണ്ണുമങ്ങി. ഹന്ന വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹന്ന വരുന്നത് അദ്ദേഹം കണ്ടില്ല. പക്ഷേ ഹന്നയുടെ ശബ്ദങ്ങൾ കേട്ടു. ആരാണ് പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല. പക്ഷെങ്കിൽ ആ ശബ്ദം കേട്ടിട്ട് അവസാനം അദ്ദേഹം പറയുകയാണ്, നീ വീഞ്ഞു കുടിച്ചിരിക്കുന്നു, നീ സുബോധമില്ലാതെ സംസാരിക്കുന്നു. ഹൃദയത്തിലെ ഭാരത്തോടെ, ഹൃദയത്തിലെ വിഷമത്തോടെ ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുന്ന ഹന്നായെ കാണുവാൻ, അവളുടെ വേദന മനസ്സിലാക്കുവാൻ ഈ പുരോഹിതന് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി പ്രശ്നവുമായി നമ്മെ സമീപിക്കുമ്പോൾ നാം അവരോട് പറയുന്ന മറുപടി എന്താണ്? അവരുടെ പ്രയാസങ്ങളെ കാണുവാൻ, അത് മനസ്സിലാക്കുവാൻ തക്കതായ ആത്മീയ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടോ എന്ന് ശാന്തമായി നാം പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണുകൾ മങ്ങിയാൽ നമുക്കൊരിക്കലും ഒരു വ്യക്തിയെ സാൻമാർഗീയ പാതയിലേക്ക് നയിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് വിശ്വാസം കുറവാണെങ്കിൽ ഒരാളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല. നമുക്ക് ദൈവത്തെ ഭയമില്ലെങ്കിൽ മറ്റൊരാളെ ദൈവഭയത്തിൽ ജീവിക്കാൻ പറയാൻ നമുക്ക് സാധിക്കുകയില്ല. നാം മറ്റുള്ളവരെ ഗുണദോഷിപ്പാൻ തക്കവണ്ണം വിശ്വാസവും പ്രത്യാശയും മറ്റാരേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ ആർജിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. 2, ഏലി പുരോഹിതന്റെ മക്കളെക്കുറിച്ച് വലിയ പരാതി അവിടെ ഉയരുകയാണ്. പുരോഹിതനായ ആ പുരോഹിത മക്കൾ ആ പിതാവിൻ്റെ വിശ്വാസത്തിന് അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്, സഭയെ നയിക്കേണ്ടവരാണ്, അതുപോലെ ജനത്തിന് ന്യായം നീതി നടത്തിക്കൊടുക്കേണ്ടവരാണ്, അവരനോട് സഹതാപം കാണിക്കേണ്ടവരാണ്, അവരുടെ വേദനയിൽ അവനോട് ഒന്നിച്ച് അത് ദുഃഖിക്കേണ്ടവനാണ്. എന്നാൽ ആ നിലകളിലൊന്നും ഈ യൗവനക്കാർ മുന്നോട്ട് പോയില്ല എന്നാണ് നാം കാണുന്നത്. എന്താണ് അതിന് കാരണം? നമുക്കറിയാം. ദൈവിക കൽപ്പനകളെ ധിക്കരിച്ച്, ദൈവകൽപ്പനയിൽ നിന്ന് വ്യതിചലിച്ച് ആ കുഞ്ഞുങ്ങൾ പോയി. അതാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമായി മാറിയത്. അവരെ സാൻമാർഗീയ പാതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഏലി പുരോഹിതൻ അലർട്ടായിരുന്നില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ രാവിലെ സമയം നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ശാന്തമായി നമ്മുടെ അന്തരാത്മാവിനോട് നമുക്ക് ചോദിക്കാം, ദൈവിക പാതയിൽ നിന്ന് അകന്ന് പോകുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കണ്ണുകൾക്ക് മങ്ങൽ സംഭവിച്ചിട്ടുണ്ടോ? കാര്യങ്ങളെ വിലയിരുത്തുവാൻ, ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കുവാൻ, ശരിയായ നിലയിൽ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലവാരത്തിൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ വഴിമാറിപ്പോകുന്നുണ്ടോ എന്ന് ശാന്തമായി പരിശോധിക്കേണ്ടതാണ്. ഇവിടെ മൂന്നാമതായിട്ട് ഏലി പുരോഹിതനെ കാണുന്നത് ന്യായാധിപൻ എന്ന നിലയിൽ തൻ്റെ സഹോദരിയായിരിക്കുന്ന ഹന്നായുടെ സഹോദരിയാണ് പെനീന. ഏൽക്കാനയുടെ 2 ഭാര്യമാരാണ്, ഹന്നായും പെനീനായും. പക്ഷേ പെനീനായ്ക്ക് മക്കളുണ്ട്, ഹന്നായ്ക്ക് മക്കളില്ല. ഒരു ന്യായാധിപൻ്റെ അടുക്കൽ ഈ പ്രശ്നം വരുമ്പോൾ ന്യായാധിപൻ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. ഭർത്താവിന് പ്രശ്നമില്ല, പക്ഷെങ്കിൽ തൻ്റെ കൂടെയുള്ള സഹോദരി അല്ലെങ്കിൽ എൽക്കാനയുടെ ഭാര്യയായിരിക്കുന്ന പെനീന മക്കളുണ്ട്, മക്കളില്ലാത്തവളായിരിക്കുന്ന ഹന്നായെ ദിനംതോറും മാനസികമായി, ശാരീരികമായി അവളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ദുഃഖം പുരോഹിതൻ്റെ അടുക്കലെത്തി. പുരോഹിതൻ ആ പ്രശ്ന പരിഹാരത്തിനായി മുതിരുന്നില്ല. പുരോഹിതൻ ആ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ മങ്ങി എന്നുള്ളത് കൊണ്ട്. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എവിടെ ആരംഭിക്കണം എന്ന് ചിന്തിക്കുവാൻ പറ്റാത്ത, നിലപാടെടുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ മനുഷ്യൻ മാറി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാലാമതായിട്ട് ഏലി പുരോഹിതനെ കാണുന്നത് ഇവിടെയാണ്. കാഴ്ച മങ്ങിയിരിക്കുന്ന ഒരു ഏലി പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ സമാഗമന കൂടാരത്തിൽ വരുന്ന സ്ത്രീകളുമായി അപരിചിതമായ ബന്ധത്തിൽ ജീവിക്കുകയാണ്. യാഗം കഴിക്കാൻ വരുന്ന വ്യക്തിയുടെ യാഗവസ്തുവിൻ്റെ ഏറ്റവും മാംസളമായ ഭാഗം, അതിൻ്റെ സിംഹഭാഗം അവർ എടുത്ത് മറ്റു ഭാഗമാണ് വിട്ടുകൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഉപരി തങ്ങളെ തന്നെ തീറ്റിപ്പോറ്റുന്ന ഇടയന്മാരായി അവർ മാറി എന്നാണ് കാണുന്നത്.
ദൈവത്തിൻ്റെ പ്രമാണത്തിന്, ദൈവിക കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ താല്പര്യപ്പെടാത്ത കഠിനഹൃദയന്മാരായ മക്കളായി ഏലിയുടെ മക്കൾ മാറി. ആ മക്കളെ ശാസിക്കുവാൻ, ആ മക്കളെ നേരായ പാതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഏലിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏലിയുടെ ഏറ്റവും വലിയ പരാജയമായി കാണുന്നത്. നമുക്കറിയാം, ശൗമേൽ ബാലനെ കുറിച്ച് അറിയാം. വളരെ ചെറുപ്രായമുള്ള കൊച്ചു ബാലൻ ഏലി പുരോഹിതന് മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗമേൽ ബാലൻ. പക്ഷേ ദൈവം പലപ്പോഴും ശൗമേലിനെ വിളിക്കുന്നുണ്ട്, അവനോട് അരുളപ്പാട് അറിയിക്കുന്നതിന് വേണ്ടി, ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടി, ദേശത്ത് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടി, ദേശത്തെ ജനത്തെ അതേ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ചില നിർദ്ദേശങ്ങൾ ഏലിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ദൈവം ശൗമേൽ പ്രവാചകനെയാണ് വിളിച്ചത്. ആ വിളിച്ച വേളയിലൊന്നും അത് യഹോവയാണ് വിളിക്കുന്നത് എന്ന് പറയുവാനോ, അത് യഹോവയാണ് എന്ന് കുഞ്ഞെ മകനെ നിന്നെ വിളിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാനോ ഏലിക്ക് കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞ് മറ്റുള്ളവരെ നേരായ പാതയിലേക്ക് നയിക്കേണ്ടവരാണ് നാം. സത്യത്തെ വെളിപ്പെടുത്തേണ്ടവരാണ് നാം. സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് നാം. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ ആ സത്യത്തെ നാം ആയിരിക്കുന്ന മേഖലയിൽ, ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ ആ സത്യത്തെ ഉയർത്തിപ്പിടിപ്പാൻ, ആ സത്യത്തിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? മറിച്ച് ഏലി പുരോഹിതനെ പോലെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട്, ദർശനം നഷ്ടപ്പെട്ട് ഒരു പിന്മാറ്റക്കാരൻ്റെ അവസ്ഥയിലേക്ക് നാം ജീവിക്കുകയാണോ എന്ന് ശാന്തമായി ഈ രാവിലെ സമയം പരിശോധിക്കേണ്ടതാണ്. ശമേൽ പുരോഹിതൻ ശമേൽ ബാലനെ യഹോവയായ ദൈവം വിളിക്കുമ്പോൾ, മകനെ നിന്നെ വിളിക്കുന്നത് യഹോവയാണ് എന്ന് പറയുന്നത് 4-ാം പ്രാവശ്യമാണ്. ഇതിനോടകം ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനോ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുവാനോ ഏലിക്ക് കഴിയാതെ വണ്ണം കാഴ്ച മങ്ങി, അദ്ദേഹത്തിൻ്റെ കാതുകളും മങ്ങിയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൻ്റെ അവസ്ഥയിൽ കൂടിയാണോ നാം പോകുന്നത് എന്ന് ശാന്തമായി പരിശോധിക്കണം. 5-ാമത് നാം കാണുന്നത്, ന്യായാധിപൻ തൻ്റെ മക്കൾ വഴിതെറ്റി ക്രമസമാധാനത്തിന് തകരാറുണ്ടാക്കുന്ന എന്ന് കേട്ടിട്ട് അവരെ ശിക്ഷിക്കുന്നില്ല. വേലി വിളവ് തിന്നാൽ ഉള്ള അവസ്ഥ എന്താണ് നമുക്കറിയാം. സത്യത്തെ പകർന്നു കൊടുക്കേണ്ടവർ, സത്യം പ്രഘോഷിക്കേണ്ടവർ ആണ് ഈ ന്യായാധിപൻ. അദ്ദേഹത്തിൻ്റെ ജോലി ന്യായാധിപനാണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അപ്പോൾ ആ പുരോഹിതൻ്റെ മക്കൾ എത്രയധികം വിശ്വാസ ജീവിതം നയിക്കേണ്ടവരാണ് എന്നാണ് നാം കാണേണ്ടത്. പക്ഷേ ഇവിടെ ആ ഒരു അവസ്ഥ കാണുന്നില്ല. ന്യായാധിപൻ തൻ്റെ മക്കൾ വഴിതെറ്റി നടക്കുന്നു എന്ന് കേട്ടിട്ടും അവരെ ശ്രദ്ധിച്ചില്ല, ശിക്ഷിക്കുവാൻ തയ്യാറായില്ല എന്നാണ് നാം കാണുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം നാം കാണുന്ന ഏറ്റവും ഭയാനകമായ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു ദുഃഖ വർത്തമാനം എന്ന് പറയുന്നത് ഏലിയോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ഏലി പുരോഹിതൻ 98 വയസ്സുള്ളവനായി വളരെ തടിച്ചു കൊഴുത്ത ഒരു ശൂലിച്ച ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും പലരും ശൂലിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മെലിഞ്ഞുപോയ വ്യക്തിയായി ആ നിലയിലാണ് പലപ്പോഴും കാണുന്നത്. പക്ഷേ അദ്ദേഹം ഒരു മെലിഞ്ഞ വ്യക്തിയല്ല, ശൂലിച്ച മനുഷ്യൻ, വളരെ തടിയുള്ള പൊണ്ണത്തടിയനായ ഒരു വലിയ മനുഷ്യനായിരുന്നു ഏലി പുരോഹിതൻ. അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ജഡമനുഷ്യൻ വളർന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മീയ മനുഷ്യൻ കുരുടായിട്ടിരുന്നു. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചില്ല, ഭൗതികത്തിൽ ആശ്രയിച്ചു. അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് ഭൗതികത്തിനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെ നേരായ മാർഗത്തിൽ നടത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചില്ല. പക്ഷേ മക്കൾ പറയുന്നത് കേട്ടിട്ടും പ്രതികരിക്കാതെ അദ്ദേഹം ഇരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമായി മാറി. നമ്മുടെ ജീവിതത്തിൽ ഞാനൊരു കാര്യം പറയാം, സത്യം അറിയാം, സത്യം ചെയ്യാം, സത്യം ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്ത ദാസൻ വളരെ അടികൊള്ളും എന്നാണ് ദൈവവചനം പറയുന്നത്.
നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ കണ്ടിട്ട് അറിയാത്തവരെ പോലെ, സത്യത്തെക്കുറിച്ച് കേട്ടിട്ടും അത് പ്രതികരിക്കാതെ കഠിനഹൃദയന്മാരായി, അല്ലെങ്കിൽ അതുമായി യാതൊരുവിധ പ്രതികരണമില്ലാത്തവരായി, നമ്മൾ അലസ മനോഭാവത്തോടെ ഉദാസീനതയോടെ ജീവിക്കുന്നവരാണോ എന്ന് സ്വന്തമായി പരിശോധിക്കണം. പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ മാർഗത്തിലേക്ക് നടത്തുവാൻ തുനിയാറില്ല. പള്ളിയിൽ നിന്നോ മറ്റാരിൽ നിന്നോ ഒക്കെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വർത്തമാനം കേട്ടാൽ അത് പറഞ്ഞ് പരിഹരിച്ച് അവരെ തെറ്റിനെ ശാസിക്കേണ്ടതിന് പകരം, അവരെ തെറ്റിനെ തിരുത്തേണ്ടതിന് പകരം പലപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ച് ആ പറയുന്ന വ്യക്തികളെ കുറ്റക്കാരായി കാണുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ആത്മീയ ലോകത്തിൽ കാണുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? പിതാക്കന്മാരുടെ മൂല്യങ്ങൾ, പിതാക്കന്മാരുടെ വിശ്വാസത്തെ പിടിച്ച് മുന്നേറുവാൻ കഴിയാത്ത പിന്മാറ്റക്കാരായ ഒരു ന്യൂജൻ തലമുറ എന്ന പേരിൽ ഒരു പുതിയ പേരും സ്വീകരിച്ച് ഇന്ന് തലമുറകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദൈവം 40 വർഷക്കാലം ന്യായാധിപനായി ഏലിയെ വാഴ്ചു. അവസാനം ദൈവ ശിക്ഷ ഏറ്റുവാങ്ങി കുടുംബം അപ്പാടെ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് തിരുവചനത്തിൽ നാം കാണുന്നത്. എന്താണ് ഏലിക്ക് സംഭവിച്ചത്? ദൈവ വിഷയത്തിൽ സമ്പന്നനാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കഴിഞ്ഞില്ല എന്നാണ് കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്ന പ്രസംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ വിഷയത്തിൽ നാം സമ്പന്നരാകുക. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം നശ്വരമാണ്, ഇതെല്ലാം കെട്ടടങ്ങിപ്പോവും, ഇതെല്ലാം നീങ്ങിപ്പോവും. പക്ഷെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആ സത്യം ഒരു വ്യക്തിക്കും നിങ്ങളിൽ നിന്ന് കവർന്നെടുത്ത് കളയുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ അറിഞ്ഞ വിശ്വാസത്തെ ഒരു വ്യക്തിക്കും തകർക്കുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം മറക്കരുത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ആ നിലകളിൽ ജീവിച്ച് പോയവരാണ് എന്ന് നമുക്കറിയാം. ഏലിയുടെ കുടുംബത്തിൻ്റെ പര്യവസാനം നാം ഇങ്ങനെയാണ് കാണുന്നത്. ഇസ്രായേലിൻ്റെ പെട്ടകം ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ, ഫെലിസ്ത്യരും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഫെലിസ്ത്യർ ഇസ്രായേലിൻ്റെ പെട്ടകം പിടിച്ചെടുക്കുക മാത്രമല്ല ചെയ്തത്, ആ പെട്ടകത്തിൻ്റെ ഒപ്പം പുരോഹിതന്മാരായി ആ പെട്ടകത്തെ ആനയിച്ചു കൊണ്ടിരുന്ന ഏലിയുടെ 2 മക്കൾ ഉപ്നിയും ഫിനഹാസും, ഈ 2 മക്കൾ ഫെലിസ്ത്യരാൽ മരിച്ചു വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. തലമുറകളെ ദൈവം തകർത്തു കളഞ്ഞു. ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് അവർ തങ്ങളുടെ അപ്പനായ ഏലിയുടെ വാക്കുകൾ കേട്ടില്ല. ദൈവം അവരെ കൊല്ലുവാൻ പദ്ധതിയിട്ടു. പിതാവ് പറഞ്ഞാലും, മാതാവ് പറഞ്ഞാലും, പാസ്റ്റർ പറഞ്ഞാലും, സഭയിലെ മൂപ്പൻ പറഞ്ഞാലും, അതേ അധ്യാപകൻ പറഞ്ഞാലും കൂട്ടാക്കാത്ത ഒരു തലമുറ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം ആ തലമുറയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. യഹോവ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവരുടെ മരണ ദിവസം കുറിച്ചു, അവരുടെ മരണത്തെക്കുറിച്ച് കുറിച്ചു. അവരെങ്ങനെയാണ് മരിക്കുന്നത്? പുരോഹിതന്മാരായി ജനത്തെ ന്യായപാലനം ചെയ്യേണ്ട ഏലി പുരോഹിതൻ്റെ മക്കൾ 2 പേരും, ഒരാളല്ല 2 പേരും ഫെലിസ്ത്യരുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ ഇസ്രായേൽ പരാജയപ്പെടുകയും ഫെലിസ്ത്യർ അവരെ വെട്ടിക്കൊല്ലുകയും ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിലേക്ക് പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. യുദ്ധമുഖത്ത് നിന്ന് ഒരു മനുഷ്യൻ ഓടിക്കതച്ചു വരികയാണ്. ഓടിക്കതച്ചു വരുന്ന മനുഷ്യൻ ഏലിപുരോഹിതൻ്റെ അടുക്കലേക്ക് ചെന്ന് ഏലിപുരോഹിതനോട് പറയുകയാണ്, അല്ലയോ തിരുമേനി, ഒരു വലിയ അനിഷ്ടം സംഭവിച്ചു, നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. അങ്ങയുടെ 2 പുത്രന്മാരായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചവർ, അവരെ കൊന്നുകളഞ്ഞു ഫെലിസ്ത്യർ. ആ പെട്ടകം തട്ടിയെടുത്തു, കൊണ്ടുപോയി എന്ന വർത്തമാനമാണ് ഏലിയോട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 98 വയസ്സുള്ള പടുവൃത്തനായ ഏലി, അദ്ദേഹം വളരെ തടിച്ചു കൊഴുത്ത ശരീരപ്രകൃതക്കാരനായിരുന്നു. ഈ വർത്തമാനം കേട്ട മാത്രയിൽ അദ്ദേഹം ഇരുന്ന ആ ആസനത്തിൽ നിന്നും പുറകോട്ട് വീണ്
കസാരയിൽ നിന്ന് പുറകോട്ട് വീണ് അദ്ദേഹത്തിൻ്റെ കഴുത്തൊടിഞ്ഞ് അദ്ദേഹം മരിച്ചു. ഒരിക്കൽ പോലും ആ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് ജനങ്ങൾക്ക് ന്യായപാലനം ചെയ്യുന്ന ഒരു പുരോഹിതനായിട്ടോ ഒരു ന്യായാധിപനായിട്ടോ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പുരോഹിതനായിട്ടോ ജനങ്ങളെ നയിക്കുന്ന ഒരു പുരോഹിതനായിട്ടോ ഏലിയെ കാണുന്നില്ല. കാരണം ഏലി ഒരു അധികാരമോഹിയായിരുന്നു, ഒരു കസാര കൊതിയനായിരുന്നു. തൻ്റെ കസാര അതെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ സദാസമയവും കസാരയിൽ ഇരുന്ന് ലോകത്തിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ട് സായുജ്യമടഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഏലി എന്ന കാര്യം മറക്കരുത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യത്തിനനുസരിച്ച് മാറി ചിന്തിക്കുവാൻ കഴിയാതെ ആ ചുറ്റുപാടുകളിൽ ആ പശ്ചാത്തലങ്ങളിൽ ഇരുന്ന് പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണ് നാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുവാനോ എഴുന്നേറ്റ് പശ്ചാത്തപിക്കുവാനോ ഒരിക്കലും നാം കൂട്ടാക്കുന്നില്ല എന്നാണ് ശരിയായ വസ്തുത. നമുക്കറിയാം, നിനവയെക്കുറിച്ചറിയാം. നിനവയിലേക്ക് യോന കടന്നു ചെല്ലുകയാണ്. നിനവയെ അടുത്ത 40 മണിക്കൂറിനുള്ളിൽ ചാമ്പലാകും, നിനവയെ ദൈവം നശിപ്പിക്കുമെന്ന വർത്തമാനം കേട്ട മാത്രയിൽ തന്നെ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു, ഇരുട്ടിലിരുന്നു, അദ്ദേഹം ഇരുട്ടുടുത്തു, വെണ്ണീറിലിരുന്നു, അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ, നിനവയുടെ പാപത്തെ ഓർക്കരുത്, നിനവയുടെ പാപത്തെ കണക്കിടരുത് അദ്ദേഹം പ്രഖ്യാപിച്ചു. രാജ്യത്ത് ഉടനീളം എല്ലാ മനുഷ്യനും ദൈവത്തോട് വേണം പ്രാർത്ഥിക്കുവാൻ, എല്ലാ മനുഷ്യനും ഉപവസിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ശാപം മാറുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആ രാജാവ് ആഹ്വാനം ചെയ്തു. അങ്ങനെ പ്രജകളെല്ലാം അതേ ഇരുട്ടിലും വെണ്ണീറിലും ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവിക ആലോചന കേട്ടിട്ടും മാനസാന്തരപ്പെടുവാൻ കഴിയാതെ ഹൃദയം കഠിനപ്പെടുത്തി നാം മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഏലി പുരോഹിതനുണ്ടായ ഭവിഷ്യത്താണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും മരിച്ചു. ആ വർത്തമാനം കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞ സന്ദേശം കേട്ട് ഏലി പുരോഹിതനും മരിച്ചു. പ്രസവിക്കാറായി നിൽക്കുന്ന ഫീനഹാസിൻ്റെ ഭാര്യ ഭർത്താവും അമ്മായിപ്പനും മരിച്ചു. പെട്ടകം പിടിക്കപ്പെട്ടു പോയി. ഈ ദുർവർത്തമാനം കേട്ട് ആ മാത്രയിൽ ആ സഹോദരി വീണ് അവളും മരിപ്പനടിയായി തീർന്നു. അങ്ങനെയാണ് ആ മകന് ഈക്കോബോദ് എന്ന് പേരിട്ടത്. മഹത്വം പോയി. പ്രിയ ദൈവമക്കളെ, എത്ര ദാരുണമായ പശ്ചാത്തലമാണ് ഏലിയിൽ കാണുന്നത്. അവിടെ വായിച്ചെന്താണ്? സിംഹാസനത്തിൽ ഇരുന്ന് ഉറങ്ങുന്ന ഏലി, ഒരു സ്ലീപ്പിംഗ് പ്രീസ്റ്റ്, ഉറങ്ങുന്ന പുരോഹിതൻ, ഇരിക്കുന്ന കസാരയിൽ ഇരുന്ന് ഉറങ്ങുന്ന പുരോഹിതൻ, ദർശനം നഷ്ടപ്പെട്ടു പോയ പുരോഹിതൻ. നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ഉറങ്ങുന്നവരാണോ എന്ന് ശാന്തമായി പരിശോധിക്കാം. നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കും സ്വർഗീയ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിപ്പാൻ, ഞങ്ങളുടെ കുറവുകളെ കണ്ണുണരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏലിപ്പുരോഹിതനുണ്ടായ പരാജയം ഉണ്ടാകാതെ അവിടുത്തെ വഴികളിൽ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും അവിടുത്തെ പ്രിയപുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹോപ്പ് ചാനലിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഓരോ പ്രോഗ്രാമും നിങ്ങൾ സന്തോഷത്തോടെ കേൾക്കണം, കാണണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.